നിന്നോട് ഇഷ്ടക്കുറവുള്ളത് കൊണ്ടൊന്നും അല്ല കൊച്ചേ, എനിക്ക് പറ്റാത്തോണ്ടാ. ഞാൻ എന്താണെന്ന് നിനക്കറിയാമോ? അവൾ വേഗം അറിയാമെന്ന് തലയാട്ടി വിട്ടു. അത് കണ്ട് അവൻ അറിയാതെ തലയ്ക്ക് കൈകൊടുത്തു പോയി. എങ്കി പറ, ആരാ ഞാൻ? എന്റെ ഐഡന്റിറ്റി എന്താ? നിവർത്തിക്കേടിന്റെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ട് അവൻ ചോദിച്ചു. അത് എനിക്കറിയാം. പേര് ഡെറി പാലമറ്റം. പിന്നെ ഡോക്ടറാണ്. പിന്നെ ഒത്തിരി വലിയ വീട്ടിലെ ആളാ. എനിക്ക് മനസ്സിലാകും ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണോ ഇഷ്ടമല്ലാത്തത്? അവൾ അല്പം സങ്കടത്തോടെ ചോദിച്ചു. പിന്നെ വേറെ എന്തൊക്കെ നിനക്കറിയാം? അവളുടെ സങ്കടം നിറഞ്ഞ ചോദ്യങ്ങൾ അവഗണിച്ചുകൊണ്ട് അവൻ തന്റെ ചോദ്യം അവൾക്ക് നേരെ തുരുത്തുവിട്ടു. നല്ല സ്വഭാവം, നല്ല മനസ്സ്. ഓ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നീ എന്റെ സ്വഭാവം മനസ്സിലാക്കിയോ? ശരി, വേറെ എന്തൊക്കെ അറിയാം? വേറെ വേറെ ഇനി എന്ത് പറയുമെന്നറിയാതെ അവൾ ആകെ നിന്ന് പരിങ്ങി. കൊച്ചെ, ഞാൻ തുറന്നു പറയട്ടെ, ഞാനൊരു സ്വവർഗാനുരാഗിയാണ്. എനിക്കൊരിക്കലും ഒരു സ്ത്രീയെ എന്റെ ലൈഫ് പാർട്ട്ണർ ആക്കാൻ സാധിക്കില്ല. നിനക്ക് മനസ്സിലായോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. എനിക്കൊരു പുരുഷനെ മാത്രമേ കല്യാണം കഴിക്കാൻ സാധിക്കൂ, ഒരു പെണ്ണിനെ പറ്റില്ല എന്ന്. അവന്റെ ആ പ്രസ്താവനയിൽ അവൾ എന്തോ അത്ഭുതം കേട്ടതുപോലെ വായും തുറന്ന് കണ്ണും തള്ളി അവനെ നോക്കിപ്പോയി. കണ്ണും തുറിച്ച് മരവിച്ച് തന്നെ നോക്കി നിൽക്കുന്നവളെ അവൻ അല്പം വേദനയോടെ നോക്കി. കൂടുതലൊന്നും പറയാതെ ഡെറി വേഗം ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കേട്ട വാർത്തയുടെ ഷോക്കിൽ നിന്നും അവൻ പോയത് ഒന്നും അറിഞ്ഞതേയില്ല. അപ്പോഴും തുളസിക്ക് അതൊന്നും തീരെ ഉൾക്കൊള്ളാനായില്ല. സങ്കടം വന്നുപോയി അവൾക്ക്. ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ ഈ ഒറ്റപ്പെടലിൽ ഒരു ചേർത്ത് പിടിക്കൽ, തന്റേതെന്ന സ്വാതന്ത്ര്യത്തോടെ ചേർന്നിരിക്കൽ, ഒരു ചുമൽ, അത്രയൊക്കെ കരുതിയുള്ളൂ. താലി കെട്ടിയില്ലെങ്കിലും കല്യാണം കല്യാണം തന്നെയല്ലേ? അവൾ കുള്ളം പുകഞ്ഞു. കണ്ണുകൾ പൊട്ടിയൊലിച്ച് തകർന്ന് അവൾ വെറും നിലത്തേക്ക് പടിഞ്ഞിരുന്നു. ബെഡിലേക്ക് മുഖം അമർത്തി വിങ്ങിക്കരഞ്ഞു. രാവിലെ തന്നെ ജയ ഒരുങ്ങിയിറങ്ങി. സാധാരണ വേഷത്തിൽ തന്നെ മാധവും കൂടി വന്നതും ഉമ്മർത്ത് ചാരുകസയിൽ ഇരുന്ന വാര്യർ അസ്വസ്ഥതയുടെ നെഞ്ചിൽ കൈവച്ചൊന്നൊഴിഞ്ഞു. നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചോ? വാര്യരുടെ ചോദ്യം കേട്ട് ജയ അയാൾക്ക് നേരെ തിരിഞ്ഞു. പിന്നെ പോകാതെ? എന്റെ കുഞ്ഞിനെ എനിക്ക് കാണണ്ടേ? അവരുടെ ചോദ്യം ന്യായമാണെന്ന് അയാൾക്കും അറിയാം. പക്ഷെ ഈ പോക്ക് അതൊരു വലിയ ദുരന്തത്തിന് കാരണമാകുമോ എന്നയാൾ ഭയന്നു. അവൾ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞില്ലേ? അത് പോരെ നമുക്ക്? സന്തോഷത്തോടെ ജീവിക്കുന്ന അവളുടെ കുടുംബത്തിലേക്ക് കയറി ചെന്ന് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണോ? അയാളുടെ ആ ചോദ്യത്തിൽ ജയയുടെ മിഴികൾ പൊട്ടിയൊലിച്ചു. ഞാൻ അവളുടെ അമ്മയല്ലേ? എന്റെ മോളല്ലേ? അവരുടെ വാക്കുകൾ ഇടറിപ്പോയി. നിന്റെ സ്വാർത്ഥത കൊണ്ട് അവൾക്ക് ദോഷമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് കയറിപ്പോയി. ജയ ആകെ മരവിച്ചതുപോലെ നിന്നു. മാധവ് അവരുടെ വലത് കൈ തന്റെ വിരലുകൾ കോർത്തു. അപ്പച്ചി, അച്ഛൻ പറഞ്ഞതൊന്നും അപ്പച്ചി കാര്യാക്കണ്ട. നമ്മളവളെ കാണാൻ പോയില്ലെങ്കിലാണ് മോശം. ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ കുഞ്ഞ് ആരും ഇല്ലാതെ ഒരു അനാഥ എന്ന ലേബലിൽ മറ്റുള്ളവരുടെ സഹതാപത്തിൽ ജീവിക്കുന്നതാണോ ശരി? അത് തെറ്റല്ലേ? അവൻ അവരെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി അവരുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇതിപ്പോ അവൾ നമ്മളെ തള്ളി പറഞ്ഞാലും ഉപേക്ഷിച്ചാലും നമ്മൾ അവളെ തേടി ചെല്ലുമ്പോൾ അവൾ അനാഥയല്ല എന്നൊരു ഉറപ്പ് ഇപ്പോൾ അവളെ സംരക്ഷിക്കുന്നവർക്കും അവൾക്ക് മനസ്സിലാകില്ലേ? അവന്റെ ആ വാക്കുകൾ അവരെ ചിന്തിപ്പിച്ചു. മനസ്സ് കലങ്ങി മറിഞ്ഞു. പോകണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിൽ അവർ അങ്ങനെ നിന്നുപോയി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഉയർത്തി ജയ മാധവിനെ നോക്കി. യാത്ര മുടങ്ങിയതിൽ അവന് സ്വന്തം അച്ഛനോട് വല്ലാത്ത ദേഷ്യം തോന്നി. വാര്യർ പോയതിന് പിന്നാലെ മുറിയിൽ കയറി കിടന്നതാണ് ജയ. അവരുടെ കൂടെ തന്നെ മാധവും ഉണ്ടായിരുന്നു. അവൻ അവരെ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. അതിന്റെ ദേഷ്യം അവൻ അവരോട് നന്നായിട്ടുണ്ടായിരുന്നു. എങ്കിലും അവരുടെ സങ്കടം അവനെ അല്പം വിഷമിപ്പിച്ചു. മാധവ് അങ്ങനെയാണ്. ഒരു വശം അവൻ അത്രയും മോശപ്പെട്ടവനാണെങ്കിലും അവൻ സ്നേഹിക്കുന്നവരെ അവൻ അത്രയും കെയർ ചെയ്യും. അമ്മ ഉപേക്ഷിച്ചു പോയ തന്നെ പൊന്നുപോലെ വളർത്തിയ അപ്പച്ചിയോട് അവൻ എന്നും സ്നേഹം തന്നെയായിരുന്നു. എന്നാൽ ആ അപ്പച്ചിയുടെ ഭർത്താവിനോടോ മകളോടോ ഒന്നും അവന് യാതൊരു മമതയും ഇല്ല. കോടിക്കണക്കിന് സ്വത്തുക്കൾക്ക് അവകാശിയായതുകൊണ്ടാണ് അവൻ അച്ചുവിനെ കണ്ടെത്താൻ ഓടി നടന്നത്. എങ്ങനെയും അവളെ കണ്ടുപിടിച്ച് അപ്പച്ചിക്ക് വാക്ക് കൊടുത്തത് പാലിച്ചുകൊണ്ട് അവളെ വിവാഹം കഴിക്കണം എന്നായിരുന്നു അവന്റെ തീരുമാനം. അവളെ തനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇത് ചെവി അറിയാതെ ഇല്ലാതെയാക്കാം എന്നാണ് കണക്ക് കൂട്ടിയത്. എന്നാൽ അവളുടെ ഫോട്ടോ കണ്ടപ്പോൾ അവൻ അവളോട് ബാഹ്യ സൗന്ദര്യത്തോട് തോന്നിയ ഭ്രമം അവളെ തന്റെ പ്രാണനോട് ചേർത്ത് വെക്കാൻ നിർബന്ധിതനായി. അപ്പച്ചി ഇങ്ങനെ കരയാതെ, നമുക്ക് അവളെ ഒന്ന് പോയി കണ്ടിട്ടിങ്ങ് വരാം. കൂടെ കൂട്ടിയില്ലെങ്കിലും സാരയില്ല. മറ്റൊരിടത്ത് എങ്ങനെയാണ് അവളുടെ അവസ്ഥ എന്നെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അവൻ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എങ്ങനെയെങ്കിലും ജയയും കൂട്ടി ഇന്ന് തന്നെ അച്ഛനെ കാണാൻ പോകണം എന്നായിരുന്നു അവന്റെ നിലപാട്. വേണ്ട, ഏട്ടൻ പറഞ്ഞതുപോലെ എന്റെ സ്വാർത്ഥത കൊണ്ട് എന്റെ കുഞ്ഞിന് ഒരു ദോഷവും വരാൻ പാടില്ല. ജീവനോടെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചല്ലോ, അത് മതി. ഈ മഹാപാപിക്ക് ദൈവം ഒന്നും വിധിച്ചിട്ടില്ല എന്ന് കരുതിക്കോളാം. സങ്കടം വിങ്ങി അവർ പറയുന്നത് കേട്ട് അവൻ നിസ്സഹായനായി പോയി. ജയ കണ്ണുകൾ അടച്ച് വലം കൈയെടുത്ത് മുഖത്ത് വെച്ച് മറച്ചു കിടന്നു. അവരുടെ കട്ടിലിന്റെ ഒരു മൂലയിൽ അവനും പടിഞ്ഞിരുന്നു.
അവനവർ അമ്മ തന്നെയാണ്. അവരെ ആ അവസ്ഥയെ ഒറ്റയ്ക്കാകാൻ അവന് തോന്നിയില്ല. ഇതേ സമയം വാര്യർ കുറ്റബോധത്തോടെ ഇരുന്ന് വിഷ്ണുനാമം ചൊല്ലി. അയാൾക്ക് എന്ത് വേണമെന്നോ എങ്ങനെ വേണമെന്നോ ഒന്നും അറിയാത്ത അവസ്ഥയായിരുന്നു. ഭഗവാനെ ശരണം പ്രാപിക്കാനാണ് അയാൾ ആ സമയം ശ്രമിച്ചത്. രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇരച്ചു പാഞ്ഞു വന്നു നിന്ന വണ്ടികളുടെ ശബ്ദം കേട്ട് തുളസിയെ അച്ചു ഒന്ന് വിരണ്ടു. പുലിക്കാട്ടിൽ നിന്ന് പടയിളകി വരുന്നവരെ കണ്ട് തുളസിക്ക് പേടി തോന്നി. ഡെവി രാവിലെ തന്നെ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു പോയിരുന്നു. ഡെറി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആകുന്നതേ ഉള്ളൂ. ഏലിക്കുട്ടിയും പടകളും കൂടി പാഞ്ഞു വന്നു. എല്ലാത്തിന്റെയും മുഖം ഒരു കുട്ടയ്ക്കുണ്ട്. അച്ഛൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. തുളസിയേക്കാൾ അവൾക്കാണ് പേടി. വീട്ടിലേക്ക് വന്നവരെ എങ്ങനെ സ്വീകരിക്കണം എന്ന് പോലും മറന്ന് മരവിച്ച് നിൽക്കുവാണ് രണ്ടും. എന്നാൽ മുറ്റത്ത് ഡെവിയുടെ വണ്ടിയില്ലെന്ന് മനസ്സിലാക്കിയ ഏലിക്കുട്ടിയുടെ ഗർവ് അല്പം കൂടി ഉയർന്നിരുന്നു. അവരുടെ കണ്ണ് ആദ്യം പതിഞ്ഞത് തുളസിയിലായിരുന്നു. അവളെ ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കിയവർ. അവളുടെ വേഷവും രൂപവും എല്ലാം കൂടി അവർക്ക് അറച്ചുപോയി. ആ ഭാവത്തിന്റെ മനഃശുദ്ധി അവർക്ക് ആർക്കും കാണാൻ സാധിച്ചില്ല. എല്ലാവരും ബാഹ്യ സൗന്ദര്യത്തിൽ അവളുടെ സ്വഭാവം പോലും വിലയിരുത്തി. ഇങ്ങോട്ട് നീങ്ങി നിക്കടി. ഏലിക്കുട്ടിയുടെ ആട്ടിൽ തുളസി ഞെട്ടിപ്പിടഞ്ഞ് അവർക്ക് മുമ്പിലേക്ക് ചെന്ന് നിന്നു. അച്ഛന്റെ കണ്ണൊക്കെ നിറഞ്ഞു കലങ്ങി. ഞങ്ങളുടെ ചെറുക്കനെ കറക്കിയെടുത്ത ഒരു കോലം കണ്ടില്ലേ? കണ്ണാടിയിൽ ഒന്ന് നോക്കിയിട്ടുണ്ടോടി നീ? ആശൂര. മുത്തശ്ശി, ഞാൻ. അവൾക്ക് എന്ത് പറയുമെന്ന് അറിയാതെ നിന്ന് വീങ്ങി. ഒരു ദയയ്ക്ക് വേണ്ടി ആ പാവം എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി അത്രയും ദയനീയമായി ഒന്ന് നോക്കി. ആരിലും ഒരു കരുണ അവൾക്ക് കണ്ടെത്താനായില്ല. ദേ പെണ്ണെ, 5 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. തുളസി അന്നേരത്തെ പേടി വേഗം സമ്മതമെന്നോണം തലകുലക്കി. അവളുടെ മിഴികൾ പെയ്തൊഴുകി. ലീന അവളെ അറപ്പോടെ നോക്കി. പെട്ടെന്നാണ് അച്ഛൻ നിലത്തേക്ക് തെറിച്ചു വീണത്. തിരിഞ്ഞു പോകാൻ നിന്ന തുളസി പെട്ടെന്ന് ഞെട്ടി മുന്നിലേക്ക് നോക്കി. അടികൊണ്ട് നിലത്ത് കിടക്കുന്ന അച്ചുവിനെ അവളെ കൊല്ലാൻ പാകത്തിന് നിൽക്കുന്ന ഏലിക്കുട്ടിയും കണ്ട് തുളസിക്ക് തന്റെ ശ്വാസം നെഞ്ചിൽ തടഞ്ഞു. ആ കരിവണ്ടിനെ തൊടാനുള്ള അറപ്പ് കൊണ്ടാ ഞാൻ അതിനെ തല്ലാഞ്ഞത്. എന്നാ നീ എനിക്ക് അങ്ങനെയല്ല, നല്ല ചുന്തരി കോതയല്ലേ? അച്ചു ചുണ്ട് പിളർത്തി കരഞ്ഞു. അവൾക്ക് അത്രയും നൊന്തുപോയി ആ തല്ല്. എന്നാൽ ആ സമയം മാത്രം ലീനയുടെ ഉള്ള ഒന്ന് വിറച്ചു തുള്ളി. അച്ചുവിനെ അവൾക്ക് ഇഷ്ടമായിരുന്നു. റോസിക്കും എന്ത് വേണമെന്നറിയാതെയായി. കാരണം ഡെറി. അവനെപ്പോലെ അല്ല ഡെബി. സ്വന്തമോ ബന്ധമോ ഒന്നും നോക്കില്ല അവൻ. അവനെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് ഇതേ ഏലിക്കുട്ടി തന്നെയാണ്. അവരുടെ പ്രവൃത്തി കണ്ട് നെഞ്ച് കനത്തു റോസിക്ക്. അവർക്കുള്ളിൽ ഭയം കുമിഞ്ഞുകൂടി. എന്റെ ചെക്കനെ തന്നെ വേണം അല്ലടി പിഴച്ച നശൂലമേ നിനക്ക്. അച്ഛനെ ആഞ്ഞു തൊഴിച്ചുകൊണ്ട് അവർ അലറിയത് തുളസി ഉറക്കെ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അച്ഛനെ ചുറ്റിപ്പിടിച്ചു. അയ്യോ, ഒന്നും ചെയ്യലേ മുത്തശ്ശി, അവള് പാവ, ഒന്നും ചെയ്യലേ. അവളുടെ കരച്ചിൽ കണ്ട് അവർ അറപ്പോടെ പിന്നോട്ടൊന്ന് മാറി. തുളസിയെ അവർ അത്രയും അറപ്പോടെയാണ് കണ്ടത്. അവളെ തൊടാൻ മടിച്ചുകൊണ്ട് അവരുടെ കണ്ണ് ചുറ്റിനും ഒന്ന് പരതി. ഇതേ സമയം കിച്ചൺ സ്റ്റാഫ്സ് ഒക്കെ ഹാളിലെ ബഹളം കേട്ട് അവിടേക്ക് പാഞ്ഞു വന്നു. മറ്റു ജോലിക്കാരും കൂടെ ഉണ്ടായിരുന്നു. ഡെവി എന്തോ മീറ്റിംഗിന് പോയത് കൊണ്ട് തന്നെ പല ഗാർഡ്സും അവിടെ ഇല്ലായിരുന്നു. അവനോടൊപ്പം അവരും പോയി. ബാക്കിയുള്ളവരാണെങ്കിൽ ഏലിക്കുട്ടി ഡെവിയുടെ വല്യമ്മച്ചിയാണെന്ന് അറിയുന്നവരുമാണ്. അവർക്ക് എത്രയൊക്കെ പറഞ്ഞാലും അവരെ എതിർക്കാൻ ഭയമാണ്. ഡെവിയെ ഫോണിൽ വിളിച്ചിട്ട് അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവർ സമാധാനിച്ചത് മുകളിൽ ഡെറി ഉണ്ടല്ലോ എന്നോർത്താണ്. നിരന്ന് നിൽക്കുന്ന കിച്ചൺ സ്റ്റാഫിനെ എല്ലാം ഏലിക്കുട്ടി ഒന്ന് തുറച്ചു നോക്കി. അതിൽ ഒരാളുടെ കയ്യിലിരിക്കുന്ന ചൂല് കണ്ട് ഏലിക്കുട്ടിയുടെ കണ്ണ് വിടർന്നു. തൂത്തുകൊണ്ട് ഇരുന്നിടത്തുനിന്നും പാഞ്ഞു വന്നതാണ് ആ പെണ്ണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അവളുടെ കയ്യിൽ നിന്നും ആ ചൂല് പിടിച്ചു വാങ്ങിക്കൊണ്ട് ക്രൂരമായ ഒരു ചിരിയോടെ അവർ തുളസിക്ക് നേരെ തിരിഞ്ഞു. ആ കാഴ്ച കണ്ട് ജോലിക്കാർ എല്ലാം ഭയന്ന് വിറച്ചു. കൂളി കഴിഞ്ഞ് തല നന്നായി തോർത്തിക്കൊണ്ട് കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുവാണ് ഡെറി. സൗണ്ട് പ്രൂഫ് റൂമായതുകൊണ്ട് തന്നെ പുറത്ത് നടക്കുന്ന ബഹളമൊന്നും അവൻ അറിഞ്ഞില്ല എന്നതായിരുന്നു സത്യം. ഒരു കോൾ വന്നതും പതിയെ അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയെന്ന് സംസാരിച്ചു. ഇതേ സമയം ഡെവി കൽക്കട്ടയിലെ കമ്പനിയിൽ ഒരു അത്യാവശ്യത്തിനായി പോകുവാണെന്ന് ഡെറിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. ഇടയ്ക്കുള്ള ഈ പോക്ക് സ്വാഭാവിക ആയതുകൊണ്ട് ഡെറി അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന കോളായിരുന്നു ഡെറിക്ക്. അവന്റെ സീനിയർ ഡോക്ടർ നോക്കുന്ന ഒരു പേഷ്യന്റിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു വിളിച്ചത്. അതിന്റെ ചർച്ചയിൽ മുഴുകിയിരുന്ന് സമയം പോയത് അവൻ അറിഞ്ഞില്ല. ഏലിക്കുട്ടിക്ക് പണ്ടേ വല്ലാത്തൊരു തരം പ്രതികാര ബുദ്ധിയാണ്. സ്വന്തം വിജയത്തിനു വേണ്ടി എന്തും ചെയ്യും അവർ. അച്ഛൻ ഒരു വേശ്യയാണെന്നുള്ള അറിവ് അവർക്ക് എവിടെ നിന്നോ ലഭിച്ചിരുന്നു. അതിന്റെ പക അവർക്ക് നന്നായിട്ട് അവളോട് തോന്നുകയും ചെയ്തു. റോസി അവരെ തടയാനാകാതെ നിന്ന് ഒരുങ്ങി. ഇതേ സമയം ഗാർഡ്സ് മാറി മാറി ഡെവിക്ക് കോൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതൊന്നും കണക്ട് ആയില്ല. ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് തോന്നിയ നിമിഷം ഡെറിയെ വിളിക്കാനായി ഒരു മുകളിലേക്ക് കയറാൻ നിന്നതും ഏലിക്കുട്ടിയുടെ വാക്കിൽ അയാൾ ഒരടി അനങ്ങാനാവാതെ നിന്നുപോയി. ഇവിടെ ഏതെങ്കിലും ഒരുത്ത അനങ്ങുന്നവനെ ആവും ഞാൻ ആദ്യം കൊല്ലുക. നിന്റെയൊക്കെ ബോസുമാരുടെ തന്തയുടെ തളയാ പറയുന്നത്. ഇവനേക്കാളൊക്കെ ഉശിരിത്തിരി കൂടുതലുണ്ട് ഈ ഏലിക്കുട്ടിക്ക്. ആരെയിൽ നിന്ന് ഒരു ചെറിയ കൈത്തോക്ക് എടുത്തുകൊണ്ട് അവർ പറഞ്ഞതും അയാൾ അനങ്ങാൻ പോലും മടിച്ച് അവിടെ തന്നെ നിന്നുപോയി. മറുകൈയിലെ ചൂലും കൊണ്ടുവന്ന് അവർ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ തുളസി അച്ഛനെ തല്ലി. ഇറങ്ങിനടി എന്റെ വീട്ടിൽ നിന്നും. വീട്ടിലെ ചെറുക്കന്മാരെ വല വീശി പിടിച്ച് സുഖിച്ച് ജീവിക്കാം നാണം കെട്ടോളമാര്. ഇറങ്ങടി.
അവർ തലങ്ങും വിലങ്ങും തല്ലിക്കൊണ്ട് രണ്ടാളെയും വീടിന് പുറത്തെത്തിച്ചു. അച്ചുവും തുളസിയും അവരെ തടയാനാവാതെ കിട്ടിയ അടിയെല്ലാം കൊണ്ട് വീടിന് പുറത്തു വരെ എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടു. രണ്ടാളും വാവിട്ട് കരയുന്നുണ്ട്. ഇരുവർക്കും ആ നിമിഷം എങ്ങനെ പ്രതികരിക്കണം എന്ന് മനസ്സിലായില്ല. പെട്ടെന്നാണ് മുകളിലെ സൈഡ് ബാൽക്കണിയിൽ ഡെറിയുടെ നിഴലിനൊക്കെ അച്ചു കണ്ടത്. ഇച്ചായേ! അടി കൊള്ളുന്നതിനിടയിലും ഒരാശ്രയത്തിനായി അവൾ ഉറക്കെ വിളിച്ചു. പക്ഷെ ഡെറി ആ വിളി കേട്ടില്ല. അവൻ ആ സമയം അത്രയും ഫോണിൽ ബിസിയായിരുന്നു. തുളസിക്ക് തന്റെ നെഞ്ചു വിങ്ങിപ്പോയി. ചൂലിന് അടിച്ചിറക്കാനും മാത്രം വൃത്തികേട്ട ജന്മമായിരുന്നു തങ്ങളെന്ന അപകർഷത അവളിൽ ഉടലെടുത്തു. അച്ചുവിന്റെ അവസ്ഥയാണ് അവൾക്ക് ഏറ്റവും സങ്കടം തോന്നിയത്. വീണ്ടും ഡെറിയെ വിളിക്കാൻ അച്ചു ഒരുങ്ങിയത് തുളസി അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ച് അതിനെ തടഞ്ഞു. നിർത്ത്! അപമാനത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോയ അവൾ ഭദ്രകാളിയെ പോലെ അലറി. ആ ഒരു നിമിഷത്തിന്റെ പകപ്പിൽ ഏലിക്കുട്ടി ഒന്ന് നിന്നു. നിങ്ങൾക്കിപ്പൊ എന്താ വേണ്ടത്? ഞങ്ങൾ ഇവിടുന്ന് പോയാ പോരെ? അതിനിങ്ങനെ അപമാനിക്കണമെന്നില്ല. കുറച്ച് കാശും തൊലിവെളുപ്പും ഉണ്ടെന്ന് പറഞ്ഞ് ആരും മനുഷ്യരാകില്ല. അതിനൽപ്പം മനുഷ്യത്വം കൂടി വേണം. അവൾ അവർക്ക് നേരെ നിന്ന് ഉറഞ്ഞു തുള്ളി. അച്ചു അത്ഭുതത്തോടെ തുളസിയെ നോക്കി. ഞങ്ങൾ പറഞ്ഞല്ലേ ഇറങ്ങിത്തരാന്ന്? എന്നിട്ട് ഞങ്ങളോട് ഈ ദുഷ്ടതരം കാണിച്ച നിങ്ങളോട് ഉറപ്പായും ദൈവം ചോദിച്ചിരിക്കും. നിന്ന് കവലപ്രസംഗം നടത്താതെ ഇറങ്ങി പോടി. ഏലിക്കുട്ടി അവൾക്ക് നേരെ നിന്ന് ചീറി. പോകാൻ തന്നെയാണ് തീരുമാനം. അല്ലാതെ നിങ്ങളുടെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ വലിഞ്ഞു കയറി കിടക്കേണ്ട ഗതികേടൊന്നും തൽക്കാലം ഞങ്ങൾക്കില്ല. വാടി, നമുക്ക് പോവാം. ഇവരൊന്നും മനുഷ്യരേ അല്ല. അച്ചുവിന്റെ കയ്യും പിടിച്ച് തുളസി അവിടെ നിന്നും ഇറങ്ങി. ഒന്ന് നിന്നേ! ലിയയുടെ വിളി കേട്ട് പോകാനിറങ്ങിയ രണ്ട് പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. മാസ ഡയലോഗ് അടിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? നിനക്ക് പിന്നെ എന്താ വേണ്ടത്? തുളസി സംശയത്തോടെ ചോദിച്ചതും ഏലിക്കുട്ടി അച്ചുവിന്റെ നേരെ ചെന്ന് നിന്നു. തീർത്തു കൊടുക്ക് വല്യമ്മച്ചി ഈ നാശങ്ങളുടെ അഹങ്കാരം. കണ്ടില്ലേ ചുളുവിന് നമ്മുടെ ഇച്ചാന്റെ പണവും കൈക്കലാക്കി ശീലാവധി ചമഞ്ഞ് പോകാൻ നിൽക്കുന്നത്. അവളുടെ സംസാരത്തിന്റെ പൊരുളറിയാതെ ഇരുവരും മിഴിച്ചു നിന്ന സമയം തന്നെ അച്ചുവിന്റെ കഴുത്തിൽ കിടന്ന താലിമാല നിമിഷ നേരം കൊണ്ട് അവർ പൊട്ടിച്ചെടുത്തു. ഞെട്ടിപ്പിടഞ്ഞുപോയി അവൾ. തന്റെ ഉയിരിനെയാണ് ആ സ്ത്രീ പറിച്ചെടുത്തതെന്ന് തോന്നിപ്പോയി ആ പെണ്ണിന്. സങ്കടം കൊണ്ട് ഹൃദയം പൊട്ടി കരഞ്ഞുപോയി അവൾ. കഴുത്തിലും കാതിലും ഒക്കെ ഉള്ളത് ഒരു താടി. അങ്ങനെ എന്റെ കൊച്ചിന്റെ മുതൽ കണ്ട വേശ്യകൾക്ക് ഉണ്ടാക്കാനുള്ളതല്ല. കണ്ണീരോടെ അച്ചു അവളുടെ ദേഹത്ത് കിടന്ന സ്വർണ്ണമൊക്കെ ഊരി അവരുടെ കയ്യിൽ തന്നെ വെച്ചു കൊടുത്തു. വിജയെ പോലെ നിൽക്കുന്ന ആ സ്ത്രീ അച്ചു വെറുപ്പോടെ നോക്കി. അതൊന്നും അവരുടെ രോമത്തിൽ പോലും ഏറ്റില്ല. വാടി! തുളസി അച്ചുവിന്റെ കയ്യും പിടിച്ച് ആ മാൻഷനിൽ നിന്നും എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങി. ആ നിമിഷം റോസി ഓടി രണ്ടാൾക്കും മുമ്പിൽ വന്ന് നിന്നു. മക്കളെ, അമ്മച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റിക്കല. എന്റെ കുഞ്ഞുങ്ങളെ ശപിക്കരുത്. ഇവിടെ നിന്നും പോകുന്നത് തന്നെ നിങ്ങൾക്ക് നല്ലത്. അച്ചുവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നതിനോടൊപ്പം ആരും കാണാതെ 500 ഒരു നോട്ട് അവളുടെ കയ്യിൽ അവർ തിരികെ കൊടുത്തു. അപമാനം കൊണ്ട് തല താഴ്ത്തി നിന്ന തുളസി അത് വ്യക്തമായി കണ്ടിരുന്നു. ഒന്നും പറയാതെ രണ്ടാളും ആ വീടിന്റെ പടിയിറങ്ങി പോകുന്ന തികഞ്ഞ സന്തോഷത്തോടെ ഏലിക്കുട്ടി നോക്കി നിന്നു. പേരുവഴിയിൽ ദിക്കറിയാതെ ഒറ്റപ്പെട്ടു പോയ രണ്ട് കുഞ്ഞു പക്ഷികളെ പോലെ രണ്ടാളും ആ ബസ് സ്റ്റാൻഡിലെ കസേരയിൽ പടിഞ്ഞിരുന്നു. ജനങ്ങളെല്ലാം തിരക്ക് പിടിച്ച് വണ്ടികൾക്ക് പിന്നാലെയാണ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് സ്റ്റാൻഡിൽ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ജോലിക്ക് വേണ്ടി പോകുന്നവരൊക്കെയായി തിരക്ക് പിടിച്ച പ്രഭാതം. ഈ നിമിഷം വരെ ഇരുവരും ഒന്നും മിണ്ടിയില്ല. രണ്ടാളും ആകെ സങ്കടത്തിലാണ്. പക്ഷെ അച്ചു, അവൾ ശരിക്കും തകർന്നു പോയത്. രവിയുടെ താലി ഏറ്റുവാങ്ങി മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് അവന്റെ പാതിയായി കഴിഞ്ഞവളെ ഒരു നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞു. തുളസിക്ക് തന്റെ ഒന്നുമില്ലായ്മ കിട്ടിയ കച്ചിത്തുരുമ്പായിരുന്നു ആ വീട്. ഒരേ സാഹചര്യത്തിൽ നിൽക്കേണ്ടി വന്ന രണ്ട് വ്യത്യസ്തം നിറഞ്ഞ പെൺകുട്ടികൾ. അച്ചുവിനെ എന്തിനാണ് അവർ അടിച്ചിറക്കിയതെന്ന് തുളസിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവളുടെ കാര്യങ്ങളൊന്നും തുളസിക്ക് അറിയില്ലല്ലോ. നേരം കടന്നുപോയി. ഇരുവരും ആ ഇരിപ്പ് അങ്ങനെ തന്നെ ഇരുന്നു. രവി ഇല്ലാത്തത് കൊണ്ട് അതുവരെ അഹങ്കരിച്ചവർ ആ നിമിഷം തങ്ങളുടെ വിജയം ആഘോഷിച്ചു. ഹോസ്പിറ്റലിൽ പോകാനായി ഒരുങ്ങി ഇറങ്ങി താഴേക്ക് വന്ന ഡെറി ഹാളിൽ ഇരിക്കുന്നവരെ ഒക്കെ ഒന്ന് നോക്കി. തന്റെയും തുളസിയുടെയും കാര്യമറിഞ്ഞ് ചോദ്യം ചെയ്യാൻ വന്നതാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. ഇതവൻ പ്രതീക്ഷിച്ച കാര്യവുമാണ്. എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസി കോൾ വന്നതുകൊണ്ട് അവൻ അവരെ നോക്കിക്കൊണ്ട് തന്നെ ധൃതിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ സമയം അവിടെ അച്ചും തുളസിയും ഇല്ലെന്ന കാര്യം അവൻ ശ്രദ്ധിച്ചതേയില്ല. അവന്റെ മനസ്സ് നിറയെ അത്യാസന്ന നിലയിൽ കിടക്കുന്ന പെൺകുട്ടിയായിരുന്നു. തന്റെ ആവശ്യം ഇപ്പോൾ അവിടെയാണെന്ന പൂർണ്ണ ബോധ്യത്തിൽ സ്വന്തം വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയാതെ അവൻ യാത്രയായി. സെർവന്റ് കൊണ്ടുകൊടുത്ത ചൂട് കാപ്പി ഊതി കുടിച്ചുകൊണ്ട് ഏലിക്കുട്ടി ആ ഹാളിലെ വലിയ സോഫയിൽ വർഷങ്ങൾക്ക് ശേഷം എല്ലാവിധ ഗർവോടെയും നിവർന്നിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് രവിയെ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ അവർ പുറമേ കാണിച്ചില്ലെങ്കിൽ കൂടി ഉള്ളം കൊണ്ട് വല്ലാതെ ദുഃഖിച്ചിരുന്നു. അവരുടെ ഏറ്റവും വലിയ ബലം തന്നെയായിരുന്നു ഡേവിഡ്. അവനും അവരെ കഴിഞ്ഞ് മറ്റാരും ഉണ്ടായിരുന്നുള്ളൂ. ഡെവിച്ചായൻ അറിഞ്ഞ കുഴപ്പമാകില്ലേ വല്യമ്മച്ചി? ലിയ ഉള്ളിൽ നിറഞ്ഞുകൂടിയ ഭീതിയോടെ ചോദിച്ചു. നീ ഒന്ന് അടങ്ങു കൊച്ചേ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലേ? രവിയെ എങ്ങനെ ഒതുക്കണമെന്ന് എനിക്ക് നല്ല കൂട്ടം അറിയാം. എടാ ജോണി, ഇനി നീ കാത്തു നിൽക്കണ്ട. ആ സൂസി കൊച്ചിന്റെ അപ്പനെ വിളിച്ച് കല്യാണത്തിന്റെ ഡേറ്റ് എടുക്കാൻ പറ. ശരി അമ്മച്ചി, ഞാൻ വിളിക്കാം അവനെ. പിന്നെ എന്റെ ഡേവിച്ചനുള്ള കൊച്ചിനെ ഞാൻ തപ്പിക്കോളാം. ഒന്നുമില്ലെങ്കിലും അവനോടൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന ഒരുത്തി തന്നെ വേണ്ടേ? അല്പം വാടിപ്പോയിരുന്ന അവരുടെ പഴയ പ്രൗഢിയും അഹങ്കാരവും വാനോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ഉത്തരവിട്ടു.
ഇപ്പൊ അവരെ കണ്ട റോസിക്ക് മുട്ടിടിക്കും. കാരണം അവർ ഇപ്പോൾ കാണുന്നത് ആ പഴയ ഏലിക്കുട്ടിയാണ്. ആ ഏലിക്കുട്ടിയുടെ ഏറ്റവും വലിയ ധൈര്യം അത് ഡേവിഡാണ്. ഇരുവർക്കും പരസ്പരം ജീവനാണ്. അന്ന് അങ്ങനെ ഒരു കാര്യം അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും അവർ ഒരു മനസ്സും ഇരു ശരീരവുമായി കണ്ടേനെ. ഡേവിയെ ചെറുപ്പം തൊട്ട് ഏലിക്കുട്ടി കയ്യിലാക്കിയിരുന്നു. അവന് പറഞ്ഞുകൊടുത്ത പാഠങ്ങൾ, കാഴ്ചപ്പാടുകൾ അതെല്ലാം ഏലിക്കുട്ടിയുടെ ഫോട്ടോ കോപ്പിയാണ്. ഇപ്പോൾ കുറച്ചായി അടങ്ങിയിരിക്കുന്നുവെന്നേ ഉള്ളെങ്കിലും ഡേവി വളരെ വലിയ അപകടകാരിയാണ്. അവനിലും ഏലിക്കുട്ടിയുടെ അതേ വീറും വാശി നിറച്ചു വെച്ചിട്ടുണ്ട്.